ഗുരുപൂജയെ എതിർക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യങ്ങളാണെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജെ നന്ദകുമാർ. ഭാരതത്തിന്റെ വിശേഷപ്പെട്ട സംസ്കാരത്തെ തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അധ്യാപനത്തെയും അധ്യാപന പാരമ്പര്യത്തെയും എതിർക്കുന്നവരാണ് ഇവരെന്നും ജെ നന്ദകുമാർ പറഞ്ഞു. അധ്യാപനത്തെ പാവനമായ ഒരു കർമ്മമായിട്ടാണ് ഭാരതം കണ്ടുവരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശാൽ അനുസ്മരണത്തോട് അനുബന്ധിച്ച് ചെങ്ങന്നൂർ മുളക്കുഴ പേട്ടയിലെ വീട്ടിൽ നടന്ന സാംഘികിൽ സംസാരിക്കുകയായിരുന്നു ജെ നന്ദകുമാർ. പൊടുന്നനവേ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഗുരുപൂജ ചെയ്യുന്നത് അവരിപ്പോഴാണ് കണ്ടതെന്ന് തോന്നുന്നു. എത്രയോ വർഷങ്ങളായി നമ്മുടെ വിദ്യാലയങ്ങൾ നടന്നു പോരുന്നതാണ്. പൊടുന്നനവേ അതിന് പല രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടാകുമായിരിക്കാം. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ സമീപകാലത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും എത്തിപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ വൈതരണികൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതിനകത്ത് എന്തു ആയിക്കൊള്ളട്ടെ. പക്ഷെ ഉന്നം എന്താണ്? നമ്മൾ പ്രദാനം ചെയ്യുന്ന ഈ നാടിന്റെ വിശേഷപ്പെട്ട ഒരു സംസ്കാരത്തെ തകർക്കുക, അതിനുവേണ്ടി വ്യാപകമായ ദുഷ്പ്രചരണം നടത്തും. ആ ദുഷ്പ്രചരണം നടത്തുക മാത്രമല്ല, വെല്ലുവിളിച്ചുകൊണ്ട് വിദ്യാലയങ്ങളിലൊക്കെ അധ്യാപകർക്ക് നേരെ, അധ്യാപനത്തിനും അധ്യാപന പാരമ്പര്യത്തിനും ഒക്കെ ഈ കൂട്ടരെതിരാണ് ഇങ്ങനെയുള്ള ആളുകൾ. ഇനി എതിരായിട്ടുള്ള ആളുകളെ കുറിച്ച് പറയാനല്ല പുറപ്പെടുന്നത്. പക്ഷെ നമ്മൾ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു ഈ വസ്തു. അധ്യാപനം എന്ന് പറയുന്നത് ഒരു വിശിഷ്ടമായ വിശുദ്ധമായ ആധ്യാത്മിക കർമ്മമായിട്ടാണ് ഭാരതീയർ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുവിനും ഗുരുത്വത്തിനും ഗുരുപൂജയ്ക്കും എല്ലാ കാലത്തും ഭാരതം പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കും. നമ്മുടെ സങ്കല്പത്തിൽ ഭാരതം തന്നെ വിശ്വത്തിന്റെ ഗുരുവായി മാറുന്നത് അതുകൊണ്ടാണ്. വിദ്യയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു നാടാണ് നമ്മുടെ ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം പോലും വിദ്യയെ പിന്തുടരുന്നവർ, വിദ്യ നൽകുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവർ എന്നൊക്കെയാണ്.